എല്ലാവർക്കും മെഹറെടുത്തു ലോക്കറ്റ് അടിക്കാൻ കൊടുത്തിട്ടുണ്ട്. ചെല്ലറിയില്ല എങ്ങനെയുണ്ട്, ഭംഗിയുണ്ടോ? ഞാൻ അവളോട് പറഞ്ഞു, ആദ്യം ആവശ്യപ്പെട്ടിനത് അവിടുന്ന് ഇവിടുന്ന് മാറി വാങ്ങി വെച്ചാൽ മതി. അപ്പൊ നമ്മള് നാട്ടിലൊന്നും അറിയാതുള്ളൊരു പരിപാടിയാണല്ലോ. അപ്പം പിന്നെ അത് പറഞ്ഞിനി. അങ്ങനെ അവളിനോട് ചോദിച്ചപ്പോ വന്നാച്ച് പോയി നോക്കുന്നൊക്കെ പറഞ്ഞ് ഓളെ കയ്യിലുള്ള ക്യാഷ് വെച്ചിട്ട് ഓള് 30,000 റുപ്യ അഡ്വാൻസ് കൊടുത്തിട്ട് ഇത് ചെയ്തു. ഇത് അഡ്വാൻസ് ചെയ്തു. കാരണം അന്ന് റേറ്റ് കമ്മിയുള്ള സമയം വെച്ചിട്ടാണ് ചെയ്തത്. പ്രിയപ്പെട്ട റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന യൂട്യൂബിലെ എല്ലാവരോടും കൂടിയാണ് പറയുന്നത്, നിങ്ങളെ ഉപദേശിക്കാൻ എനിക്ക് യാതൊരു യോഗ്യതയുമില്ല. പിന്നെയും ഇങ്ങനെ പറയുന്നത് കൊണ്ട് ചില കാരണങ്ങളുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കണം. ഇപ്പോൾ നമുക്കെല്ലാവർക്കും വലിയ ചിന്താവിഷയമായി കിട്ടിയത് സാജിദ ഷാജിയുടെ മഹറും ഹണി ട്രാപ്പും ഒക്കെയാണ്. ഭർത്താവില്ലാതെ 5 മക്കളുമായി കഴിയുന്ന, സഹായത്തിനായി ആങ്ങളമാരോ ഉപ്പയോ തണിയില്ലാത്ത ഒരു പെൺകുട്ടിയുടെയും ആ പിഞ്ചു മക്കളുടെയും ഭാവിയെയും മാനത്തെയും നമ്മൾ എത്തരത്തിലാണ് വില കൽപ്പിക്കുന്നത്? ഈ ഒരവസ്ഥ നമ്മളുടെ ആരുടെയെങ്കിലും കുടുംബത്തിലാണ് വന്നതെങ്കിൽ നിങ്ങൾ എത്തരത്തിലാണ് ഇതിനു നേരെ പ്രതികരിക്കുക? അപ്പോൾ നിങ്ങളുടെ സഹോദരിയുടെ പക്കലും ന്യായമുണ്ടെങ്കിൽ അത് എത്ര വലിയ രൂക്ഷഭാവമാണ് നിങ്ങളിൽ ഉളവാക്കുക? അതെ, കള്ളന്മാരെയും കണ്ടല്ലോ കോയ, ചില തള്ളമാരെയും കണ്ടല്ലോ. തനിക്ക് വിവാഹ വാഗ്ദാനം നൽകിയ ആളുടെ വാക്ക് കേട്ട് തൻ്റെ കയ്യിൽ നിന്ന് തന്നെ കാശെടുത്ത് മഹർ വാങ്ങി അദ്ദേഹത്തിന് അത് കാണിച്ചു നൽകിയപ്പോൾ, കൂടാതെ ഇതുപോലെ മറ്റു പല കാര്യങ്ങളും ഫോട്ടോകളും വോയിസുകളൊക്കെയായി അനേകം അയാളുടെ പക്കലെത്തിയപ്പോൾ ഇപ്പോഴാണ് മറ്റു ചിലരിലൂടെ ഇയാളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് ഷാജിദ മനസ്സിലാക്കിയത്. നിങ്ങളുമായുള്ള ബന്ധം എനിക്ക് തുടരാനാകില്ല എന്ന് ഷാജിദ പറഞ്ഞപ്പോൾ, താൻ നൽകിയ പണം തിരിച്ചു നൽകണം എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള നമ്മൾ നേരത്തെ കണ്ട വീഡിയോയും അതിനു മുമ്പ് കേട്ട വോയിസുകളുമെല്ലാം നിങ്ങളുടെ പക്കലില്ല എന്ന് എനിക്ക് ഉറപ്പാവണമെന്ന് സാജിദയും പറഞ്ഞു. അപ്പോൾ അയാൾ ആ കാര്യങ്ങൾ തന്നെ പുറത്തു വിട്ടുകൊണ്ട് നിന്നെ ഞാൻ സമൂഹത്തിൽ നാണം കെടുത്തും എന്ന് പറഞ്ഞ് ഭീഷണി മുഴക്കാൻ തുടങ്ങി. ഇതിൽ നിന്ന് തനിക്കൊരു രക്ഷ കിട്ടണമെങ്കിൽ തനിക്കൊരു ഭർത്താവുണ്ടെന്നറിഞ്ഞാൽ മതിയാകുമെന്നാണ് ഇവൾ വിചാരിച്ചത്. റഹൂഫ് എന്ന് പറയുന്ന വ്യക്തി ആദ്യമായി എൻ്റെ അടുത്താണ് എത്തിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിൻ്റെ പിന്നിലെ കാര്യങ്ങൾ ചികഞ്ഞന്വേഷിച്ചപ്പോൾ എനിക്ക് പല കാര്യങ്ങളും വ്യക്തമായി. അതുകൊണ്ട് തന്നെ അത് സമൂഹത്തിലേക്ക് എത്തിക്കാൻ എനിക്ക് കഴിയില്ല എന്നും എനിക്ക് മനസ്സിലായി. അപ്പോൾ ചില തള്ളമാരെയാണ് ഇയാൾ കൂട്ടുപിടിച്ചത്. അവർക്ക് ഷാജിദയോട് വ്യക്തിപരമായും ദേഷ്യമുണ്ടെങ്കിലും അത്തരത്തിലുള്ള ഒരു സ്ത്രീയാണ് ഈ വോയിസുകളെല്ലാം പുറത്തുവിട്ടത്. ദയവായി മനസ്സിലാക്കുക, ഈ റഹൂഫിൻ്റെ കാര്യത്തിൽ ഷാജിദയുടെ പക്കലും ന്യായമുണ്ട്. അത് വ്യക്തമായി എനിക്കറിയാം. എത്തരത്തിലെന്നാൽ സമൂഹം ഒന്നടങ്കം കുറ്റപ്പെടുത്താനുള്ള അവസരം പോലും ഇയാൾക്കെതിരെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന വ്ളോഗേഴ്സ് തന്നെ പറയും ആ കാശ് ഒരിക്കലും അവന് തിരിച്ചു കൊടുക്കരുത് എന്ന്. ഒന്ന് മനസ്സിലാക്കൂ സുഹൃത്തെ, പലർക്കും അറിയാവുന്ന ഒരു സ്ത്രീയെ ഇത്തരത്തിൽ അപമാനിക്കുമ്പോൾ അപമാനപ്പെടുത്താനുള്ള കാരണക്കാരൻ്റെ ഒരു ഫോട്ടോ എങ്കിലും വാങ്ങിവെക്കാൻ ഈ യൂട്യൂബേഴ്സിനൊന്നും കഴിഞ്ഞില്ല എന്നത് ബുദ്ധിയില്ലാത്ത എൻ്റെ അത്ര പോലും ബുദ്ധി നിങ്ങൾക്കില്ലേ എന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുക.